കർഷകരോടും കാർഷിക രംഗത്തോടും ആഭിമുഖ്യം വളർത്തുന്നതിനും നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും കുട്ടികൾക്ക് അവസരമൊരുക്കുന്നതിനാണ് കാർഷിക ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ചേർപ്പുങ്കൽ ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നെൽകൃഷിയുടെ വിളവെടുപ്പ് കൊയ്ത്തുത്സവം എന്ന പേരിൽ നടത്തിയത്. കൊയ്തെടുത്ത നെല്ലുപയോഗിച്ച് പായസമുണ്ടാക്കി നൽകാനാണ് കാർഷിക ക്ലബിന്റെ തീരുമാനം. കൃഷിയോടുള്ള വിമുഖത കൂടിവരുന്ന ഈ കാലഘട്ടത്തിൽ പുത്തൻ കാർഷിക സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കാനും കർഷകരാണ് നമ്മുടെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് തിരിച്ചറിയാനും ഇത് സഹായകമാകുമെന്ന് ഹെഡ്മാസ്റ്റർ ഷാജി ജോസഫ് പറഞ്ഞു. കാർഷിക ആഭിമുഖ്യമുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിൽ ഇന്ന് അന്യം നിന്നു പോകുന്ന നെൽകൃഷി അതിനെപ്പറ്റി അറിയാനും അതിനെപ്പറ്റി മനസ്സിലാക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ സ്കൂൾ മുറ്റത്ത് കരനെൽകൃഷി നമ്മൾ ഈ വർഷം നടത്തുകയുണ്ടായി. കുട്ടികളിൽ കാർഷിക ആഭിമുഖ്യം വളർത്തുക എന്ന ലക്ഷ്യം, അതിലുപരി അരി എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പല കുട്ടികൾക്കും ഇന്ന് അറിയത്തില്ല. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം നമ്മളൊരു ക്ലാസ് എടുത്ത് കൊടുക്കുന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് വളരെ വ്യക്തമായിട്ട് അവർക്ക് കൃഷി ചെയ്യുന്നത് കണ്ടു മനസ്സിലാക്കാനുള്ള അവസരം നമ്മൾ സ്കൂൾ മുറ്റത്ത് ഒരുക്കുകയായിരുന്നു. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാത്ത സാഹചര്യത്തിൽ കർഷകർ നേരിടുന്ന അവഗണനയെപ്പറ്റി മനസ്സിലാക്കാൻ കൊയ്ത്തുത്സവം സഹായകമായി. ഫാദർ ജോസഫ് പാനാമ്പുഴയാണ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തത്. എല്ലാവരും നന്ദി പറയുന്നു. പെട്ടെന്ന് ഇത് കൊയ്ത്ത് ഭാഗമാണെന്ന് ഓർത്തില്ല. ഇനി അവിടെ ഏക്കർ കണക്കിന് നിലം നമുക്ക് കൊയ്യാനുണ്ട്. കുറേ നാളുകൾക്ക് മുമ്പ് ഞാനുള്ള അച്ഛൻ നമ്മളെല്ലാം കൂടി അവിടെ കൃഷി ഇറക്കിയതാണ്. അതും കൊയ്യണം. അപ്പോൾ ഇതിന് പ്രവർത്തിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. എല്ലാവർക്കും അഭിനന്ദനം നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പ്രിൻസിപ്പൽ ഫാദർ സോമി മാത്യു, PTA പ്രസിഡന്റ് ശ്രീ സജു കൂടത്തിനാൽ, ഹെഡ്മാസ്റ്റർ ഷാജി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. തൊപ്പിപ്പാളയണിഞ്ഞ് കുട്ടിക്കർഷകർ ശ്രുതിമധുരമായ കൊയ്ത്തുത്സവ ഗാനം പാടിയത് ചടങ്ങിനെ കൂടുതൽ മനോഹരമാക്കി. തങ്ങൾക്ക് ഇത് മറക്കാനാവാത്ത അനുഭവമായിരുന്നെന്ന് വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടു. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് കൊയ്ത്ത് മഹോത്സവമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ളൊരു ദിവസമാണിന്ന്. കാര്യം ഈ സ്കൂളിൽ പഠിത്തത്തിനപ്പുറം പഠനം മാത്രമല്ല, ഞങ്ങൾക്ക് ഈ സ്കൂളിൽ ഒരുപാട് അനുഭവങ്ങൾ ഈ സ്കൂൾ നമുക്ക് എപ്പോഴും തന്നിട്ടുണ്ട്. അതിൽ ചേർത്ത് വെക്കാൻ പറ്റിയ ഒരു അനുഭവം കൂടെയാണ് ഈ കൊയ്ത്ത് മഹോത്സവം എന്ന് പറയുന്നത്. ഇതിൻ്റെ ആരംഭം തൊട്ട് അവസാനം വരെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഉറ്റുനോക്കുമായിരുന്നു, എന്നാണ് ഇതിൻ്റെ ഒരു അവസാനം, ഇതെന്താണ് സംഭവിക്കുന്നത്. കാര്യം ഞങ്ങൾക്കൊക്കെ ഇത് വളരെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള സംഭവമായിരുന്നു. ഞങ്ങളൊന്നും നേരിട്ടതൊന്നും അധികം കണ്ടിട്ടോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ സ്കൂളിൽ ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷമായിരുന്നു. ഇതെന്താണ് സംഭവം, ഇതെങ്ങനെയാണ് തുടങ്ങുന്നത്. കൂടുതൽ കേരളം എന്ന് പറയുമ്പോൾ തന്നെ എപ്പോഴും കർഷകം ആ പാരമ്പര്യം, കൃഷിയുടെ ഒരു പാരമ്പര്യം ഇതൊക്കെയായിരുന്നു എല്ലാവർക്കും. പക്ഷേ ഇതൊക്കെ നേരിട്ട് കണ്ടറിയാൻ ഒരു അനുഭവം ഞങ്ങളുടെ തൊട്ടടുത്ത് ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഉണ്ടായെന്നുള്ളത് ഏറ്റവും ഞങ്ങളെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇതിന് ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സിനോടാണ് ഏറ്റവും അധികം തന്നെ നന്ദി പറയേണ്ടത്. കാര്യം ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു കാഴ്ച, മനോഹരമായൊരു അനുഭവം തരാൻ അവരാണ് ഇതിൻ്റെ എല്ലാം ഒരു പദ്ധതി ഞങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നത്. ഷെക്കേന ന്യൂസ്, കോട്ടയം.